ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന CMRL കമ്പനിയുടെ വാദം തെറ്റാണെന്ന് ED ഹൈക്കോടതിയിൽ. 2019 ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ 133 കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയക്കാർക്കടക്കം പണം കൈമാറിയിട്ടുണ്ട്. വീണ വിജയന്റെ എക്സാലോജിക്കിന് 1.72 കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നെന്നും ED വ്യക്തമാക്കി. ഷംന അശോക് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷംന, CMRL കമ്പനിയുടെ വാദം അപ്പാടെ തള്ളുകയാണോ ED ഹൈക്കോടതിയിൽ? എന്തൊക്കെയാണ് ED ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്? CMRL എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഒരു മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ കരിമണൽ ഖനനം ഉൾപ്പെടെ നടത്തുന്ന സമയത്ത് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയരാതിരിക്കാനാണ് രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ പണം നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം CMRL സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ആദായ നികുതി വകുപ്പ് മാത്രമല്ല, പല അന്വേഷണവും CMRLനെതിരെ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെ പല വിധത്തിലുള്ള പരാതികളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ED കോടതിയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ആരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം, ആ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ED തയ്യാറായിട്ടില്ല. പക്ഷേ ആ പരാതിയുടെ കോപ്പി ഉൾപ്പെടെ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ED പറയുന്നത്. മാത്രമല്ല, ECIR ആണ്, അതായത് പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഈ CMRLുമായി ബന്ധപ്പെട്ട് ED ഇപ്പോൾ നടത്തുന്നത്. അതിൽ ആരെ കുറ്റക്കാരനാക്കാനോ മറ്റ് നടപടികളിലേക്കോ ED കടന്നിട്ടില്ല. പകരം അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധികളെല്ലാം പ്രകാരം ഇത്തരത്തിൽ വിവരശേഖരണം നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ED കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് CMRLലെ ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ തെറ്റില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറയുകയാണ്. ഏതായാലും EDയുടെ മറുപടി സത്യവാങ്മൂലം പരിശോധിക്കാൻ സമയം വേണമെന്ന CMRLന് വേണ്ടി ഇന്ന് ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകനായ സിദ്ധാർത്ഥ് ലൂത്ര കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം ഈ കേസിൽ അന്തിമ വാദം കേൾക്കുന്നത് അടുത്ത, അതായത് ജൂൺ മാസം 7-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അന്നേ ദിവസമായിരിക്കും ED നൽകിയിട്ടുള്ള മറുപടി സത്യവാങ്മൂലത്തിന് എന്താണ് മറുപടി നൽകാനുള്ളത് എന്നുള്ള കാര്യം CMRL ഹൈക്കോടതിയെ അറിയിക്കുക. ശരി, കൊച്ചിയിൽ നിന്ന് ഷംന അശോകാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.